എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള രോഗങ്ങളൊക്കെ അകറ്റി നിർത്താനും കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ ഡയറ്റ് ചെയ്യുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ഒരു റാഗി ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് റാഗി പൊടിയാണ്. ഇതിപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പൊടിയായിട്ട് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു റാഗി പൊടി വന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ പൊടി കട്ടകളൊന്നും ഇല്ലാതെ കണ്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊന്നും ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 3 പേർക്ക് കഴിക്കാനുള്ള ഒരു മെഷർമെൻ്റ് ആണ് കേട്ടോ ഈ പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്കുള്ളതാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ റാഗി പൊടി ഉപയോഗിച്ചാൽ മതിയാകും. അപ്പോൾ ഞാൻ ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു റാഗി വന്നിട്ട് നല്ലപോലെ ഒന്ന് വെന്ത് വരണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ ഒരു 2.5 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. ഈ റാഗി വന്നിട്ട് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അല്ലെന്നൊരിക്കൽ താഴെയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇത് ചൂടാകും തോറും ചെറുതായിട്ട് ഇങ്ങനെ കട്ടിയായി തുടങ്ങും. അപ്പോൾ ഇതാ നമ്മുടെ റാഗിയെല്ലാം ഇവിടെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ചെറിയ ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. ഇനി ഇത് കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു റാഗി മിക്സ് ഇവിടെ റെഡിയാകും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റാഗി ഡ്രിങ്ക് വന്നിട്ട് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അത്യാവശ്യം നല്ലൊരു ഫില്ലിംഗ് ആയിരിക്കും. പെട്ടെന്ന് അങ്ങനെ വിശക്കത്തൊന്നുമില്ല. തന്നെയല്ല റാഗിയിൽ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. കൊളസ്ട്രോൾ കുറയാൻ, അതുപോലെ നമ്മുടെ ശരീരത്തിൽ അയൺ കണ്ടൻ്റ് ഒക്കെ കുറവാണെന്നൊരിക്കൽ നമ്മുടെ ഭക്ഷണത്തിൽ റാഗി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിന് ഒക്കെ നമുക്ക് റാഗി, അപ്പോൾ ഈ ഒരു ഡ്രിങ്കായിട്ട് മാത്രമല്ല നമുക്ക് റാഗി ദോശ, റാഗി അട, ഇഡ്ഡലി അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു റാഗി വെച്ചിട്ട് തയ്യാറാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ റാഗി എല്ലാം ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ റാഗി എല്ലാം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാനുണ്ട്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 4-5 ഡേറ്റ്സ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 7-8 ബദാം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊന്നും ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല കേട്ടോ. തൊലിയോടുകൂടി തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു 4-5 കാഷ്യൂ നട്ട് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നട്ട്സിൻ്റെയും ഡേറ്റ്സിൻ്റെയും ഒക്കെ എണ്ണമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയൊരു അളവിലാണ് എടുത്തിരിക്കുന്നത്. കാരണം ഡയറ്റൊക്കെ ചെയ്യുവാണെന്നൊരിക്കലും നമ്മളിങ്ങനെ നട്ട്സ് കാര്യങ്ങളൊന്നും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതൊരു ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ തന്നെ ഡേറ്റ്സിൻ്റെ അളവൊക്കെ കുറയ്ക്കാം. അപ്പോൾ ഇതും കൂടി നമുക്ക് ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 10-20 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മളിവിടെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന റാഗിയെല്ലാം നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന ഡേറ്റ്സും നട്ട്സും എല്ലാം ഇവിടെ ആവശ്യത്തിന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ നട്ട്സ് കുതിർക്കാൻ വെച്ച് വെള്ളവും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3-4 ഏലക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഏലക്ക ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് വന്നിട്ട് നല്ലൊരു മണവും രുചിയും ഒക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പഴമാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു റോബസ്റ്റ പഴം, മീഡിയം സൈസിലുള്ള ഒരു റോബസ്റ്റ പഴം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ പ്രത്യേകിച്ച് പഞ്ചസാരയോ തേനോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കാരണം ഈ ഒരു പഴവും ഡേറ്റ്സും ഒക്കെ ചേരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പാലാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് പാല് നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുപ്പിച്ചതാണ്.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി തണുപ്പ് വേണം എന്നുണ്ടെന്നുവരികിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റൂം ടെമ്പറേച്ചറിൽ വെച്ച പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ റാഗി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അത്യാവശ്യം നല്ലൊരു ഫില്ലിങ്ങുമാണ്. പെട്ടെന്ന് അങ്ങനെ വിശക്കത്തൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ ഒരല്പം ചിയാ സീഡ്. അപ്പോൾ ചിയാ സീഡ് വന്നിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു ചിയാ സീഡും കൂടെ ഞാനിതിലേക്ക് ഒരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ.